ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കേരള PSC റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് മിഡ്വൈഫറി ആൻഡ് ഗൈനക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ വെച്ച് കുറച്ച് കൺഫ്യൂഷൻ തോന്നിയേക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Progesterone secreted by A. corpus luteum, B. corpus albicans, C. pituitary gland, D. Graafian cells. Progesterone is a hormone and it is secreted by corpus luteum in the ovary. Correct answer is option A, corpus luteum. Other options check ചെയ്താൽ കോർപ്പസ് ആൽബിക്കൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്തുണ്ടാകുന്ന ഒരു ഒരു ഒവേറിയൻ സ്കാറാണ് കോർപ്പസ് ആൽബിക്കൻസ്. അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ദ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് അവർ ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിസ്ക് ഓഫ് വാസ പ്രീവിയ ഈസ് മോർ ഇൻ A. bipartite placenta, B. battledore placenta, C. circumvallate placenta, D. velamentous insertion of cord. The risk of vasa previa is more in. Correct answer is option D. velamentous insertion of cord. In normal, umbilical cord is attached to the middle of the mum's placenta. പക്ഷേ ഈ velamentous insertion of cord ആ കേസിൽ വരുന്നത് umbilical cord abnormally insert on the edge of the placenta ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോസ് ഓഫ് വൈറ്റമിൻ എ ഇൻ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം. ഓപ്ഷൻ എ 1 lakh international unit, B 1,50,000 international unit, C 2 lakh international unit, D 2,50,000 international unit. So dose of vitamin A in vitamin A prophylaxis program is option C 2 lakh international unit. അടുത്തത്, ബർത്ത് ഇഞ്ചുറി ഡ്യൂ ടു ഡാമേജ് ഓഫ് sternocleidomastoid muscle. Option A chinon, B facial palsy, C torticollis, D Klumpke's palsy. Birth injury due to damage of sternocleidomastoid muscle is correct answer option C torticollis ആണ്. അതർ ഓപ്ഷൻസ് ചെക്ക് ചെയ്താൽ ഷിനോൺ എന്ന് പറയുന്നത് നമ്മൾ വാക്വം ഡെലിവറിയിലേക്ക് ഉണ്ടാകുന്ന ഒരു ടെമ്പററി സ്വെല്ലിംഗ് ഓഫ് ഹെഡാണ്. അതുപോലെ ക്ലംകീസ് പാൾസി എന്ന് പറയുന്നത് ബർത്ത് ഇഞ്ചുറി ടു ദ നെക്ക് ആൻഡ് ഷോൾഡർ ആണ്. ദ റിലേഷൻഷിപ്പ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഫീറ്റസ് ടു വൺ അനദർ. ഓപ്ഷൻ എ ലൈ, ബി പ്രസൻറ്റേഷൻ, സി ആറ്റിറ്റ്യൂഡ്, ഡി ഡിനോമിനേറ്റർ. The relationship of different parts of fetus to one another is correct answer option C attitude. Which of the following is a complication of hyperemesis gravidarum? Option A eclampsia, B miscarriage, C vernix encephalopathy, D vesicular mole. Which of the following is a complication of hyperemesis gravidarum? Correct answer is option C vernix encephalopathy. ഹൈപ്പറെംസിസ് ഗ്രാവിഡാരം കേസുകളിൽ നിയാസിൻ ഒത്തിരി ലോസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ വെർണിക്സ് എൻസിഫലോപ്പതി. MCH സർവീസ് ഇൻക്ലൂഡ് എ പ്രീനേറ്റൽ, നേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ കെയർ, ബി അണ്ടർ 5 കെയർ, സി ഫാമിലി പ്ലാനിംഗ് സർവീസ്, ഡി ഓൾ ഓഫ് ദി എബവ്. MCH സർവീസ് ഇൻക്ലൂഡ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. അടുത്തത്, മിസ്സിസ് ലീല ഹാസ് പ്ലാസൻറ്റ പ്രീവിയ. The most likely symptoms she will present in option A painless bleeding, B a board-like abdomen, C intermittent pain with spotting, D a dull pain in the lower abdomen. Mrs. Leela has placenta previa. പ്ലാസൻറ്റ പ്രീവിയയുടെ ഏറ്റവും ലൈക്ലി സിംറ്റം എന്ന് പറയുന്നത് പെയിൻലെസ് ബ്ലീഡിംഗ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പെയിൻലെസ് ബ്ലീഡിംഗ്. ദ ബ്ലഡ് വെസൽ ഇൻ വിച്ച് ഓക്സിജൻ കണ്ടന്റ് ഈസ് ഹയസ്റ്റ്. ഓപ്ഷൻ എ aorta, B umbilical vein, C pulmonary artery, D inferior vena cava. The blood vessel in which oxygen content is highest. So pregnant ladiesലെല്ലാം ഓക്സിജൻ കണ്ടന്റ് ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കുന്നത് അംബ്ലിക്കൽ വെയിനിലാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അംബ്ലിക്കൽ വെയിൻ. അടുത്തത്, ഇൻക്രീസ്ഡ് പൾസേഷൻ ഓഫ് ലാറ്റേണൽ വജൈനൽ ഫോർണിക്സസ് ഡ്യൂറിങ് പ്രഗ്നൻസി. ഓപ്ഷൻ എ ജാക്മാർ സൈൻ, ഓപ്ഷൻ ബി ചാഡ്വിക് സൈൻ, ഓപ്ഷൻ സി ഗുഡൽ സൈൻ, option D Osiander sign. The increased pulsation of lateral vaginal fornices during pregnancy. Correct answer is option D Osiander sign. Other options check ചെയ്താൽ ജാക്മാർ സൈൻ എന്ന് പറയുന്നത് ബ്ലൂയിഷ് ഡിസ്കളറൈസേഷൻ ഓഫ് ദി വെജൈനയാണ്. അതുപോലെ ജാക്മാർ സൈനിലുള്ള വേറൊരു പേരാണ് ചാഡ്വിക് സൈൻ.
ജാക്മർ സൈൻ്റെ അതർ നെയിം തന്നെയാണ് ചാഡ്വിക് സൈൻ. രണ്ടും ബ്ലൂയിഷ് ഡിസ്കളറൈസേഷൻ ഓഫ് വെജേനയാണ്. ഒസിയാൻഡർ സൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഉള്ളത് ഗുഡൽ സൈൻ, അത് സോഫ്റ്റനിങ് ഓഫ് ദി സെർവിക്സ് ആണ്, ഓർത്തിരിക്കുക. സോഫ്റ്റനിങ് ഓഫ് ദി സെർവിക്സ്. The volume of amniotic fluid at term. Option A 500 ml, B 750 ml, C 1000 ml, D 1250 ml. The correct answer is option C 1000 ml. The weight of the uterus is option A 30 gram, B 60 gram, C 90 gram, D 120 gram. Weight of uterus is correct answer option B 60 gram. അടുത്ത ക്വസ്റ്റ്യൻ. ക്വിക്കനിങ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ഓപ്ഷൻ എ 10th and 16th week, B 16th and 20th weeks, C 20th and 24th weeks, D after 24th weeks. Quickening take place between, correct answer is option B 16th and 20th weeks. ക്വിക്കനിങ് പോലെ ഓർത്തിരിക്കേണ്ട ഒന്നാണ് ലൈറ്റനിങ്. ലൈറ്റനിങ് മീൻസ് സിങ്കിങ് ഓഫ് യൂട്രസ് ഇൻ ടു യൂട്രൈൻ ക്യാവിറ്റി ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ഇൻ 36 to 38 weeks. അടുത്ത ക്വസ്റ്റ്യൻ. കവലിയർ യൂട്രസ് ഒക്കേഴ്സ് ഇൻ ഓപ്ഷൻ എ പ്ലാസൻറ്റ പ്രീവിയ, ബി പ്ലാസെൻ്റൽ എബ്രേഷൻ, സി DIC, D ഹെഡാറ്റിഡിഫോം മോൾ. കവലിയർ യൂട്രസ് ഒക്കേഴ്സ് ഇൻ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പ്ലാസെൻ്റൽ എബ്രക്ഷൻ. അടുത്തത്. ഡാഷ് ഈസ് ആൻ ഒബ്സ്റ്റെട്രിക് എമർജൻസി. ഓപ്ഷൻ എ കോട്ട് പ്രസൻറ്റേഷൻ, ബി ഇൻവല്യൂഷൻ ഓഫ് യൂട്രസ്, സി ഒക്സിപിറ്റോ പോസ്റ്റീരിയർ പൊസിഷൻ, ഡി ഇൻവേർഷൻ ഓഫ് യൂട്രസ്. Dash is an obstetric emergency. Correct answer is option D inversion of uterus. അടുത്തത്. ഹ്യൂമൻ പ്ലാസെൻ്റ ഡെവലപ്സ് അറ്റ് ഓപ്ഷൻ എ 2nd month of pregnancy, B 3rd month of pregnancy, C 5th month of pregnancy, D 6th month of pregnancy. Correct answer option D 3rd month of pregnancy. Fertilization of ovum take place at option A isthmus, B ampulla, C infundibulum, D fimbriae. Fertilization of ovum take place at ampulla. Option B ampulla. The main blood supply to the uterus is directly from the option A aorta and hypogastric arteries, B uterine and ovarian arteries, C uterine and hypogastric arteries, D ovarian arteries and aorta. So the main blood supply to the uterus is directly from the, correct answer option B uterine and ovarian arteries. The safest position for a woman in labor with prolapsed cord is option A supine, B Fowler's, C lithotomy, D Trendelenburg. The safest position for a woman in labor with prolapsed cord is, correct answer option D Trendelenburg. Thanks for watching. Please like, share, subscribe.